ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് നിതിൻ എം എസ്. ആക്ച്വലി കുറേ കാലമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. അന്നേരം ഇന്ന് ഈ ഒരു വീഡിയോ ഇടാനായിട്ട് ഒരു മെയിൻ റീസൺ ഉണ്ട്. മറ്റ് 10 days കൊണ്ട് 10 കിലോ കുറഞ്ഞെന്നും പറഞ്ഞ് ഞാൻ വാട്സപ്പിൽ ചുമ്മാ സ്റ്റാറ്റസ് ഇട്ടിരുന്നു. അന്നേരത്തേക്ക് തുരുതുരാ മെസ്സേജാണ്. എല്ലാ ആൾക്കാരും ഇതെങ്ങനെ പോസിബിളാണ്, ഇതെങ്ങനെ അച്ചീവ് ചെയ്തു. ഞാൻ ആക്ച്വലി മെസ്സേജ് അയച്ച് മടുത്ത്. എല്ലാ ആൾക്കാർക്കും, എൻ്റെ കുറേ ഫ്രണ്ട്സ്, പിന്നെ റിലേറ്റീവ്സ്, ഫാമിലി ആൾക്കാർ എല്ലാവരും ഇങ്ങനെ അയച്ചുകൊണ്ടിരുന്നു. അന്നേരം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഈ ഒരു ഡയറ്റിങ്ങിനെ കുറിച്ച് ഒരു യൂട്യൂബ് വീഡിയോ ഇട്ടുകൂടാം. അന്നേരമാണ് ജസ്റ്റ് കീറ്റോ ഡയറ്റിങ് എന്താണ്, ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ കാണും. അന്നേരം പക്ഷേ നമ്മൾ പേഴ്സണലായിട്ട് ഇത് ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറൊരു രീതിയായിരിക്കും. അതായത് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു പിക്ചർ കിട്ടും എന്താണ് കീറ്റോ ഡയറ്റ് എന്നുള്ളത്. ഈ ഒരു വീഡിയോ ഞാൻ 2 പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭയങ്കര ലെന്തി ആയി പോകും. LCHF ഡയറ്റ് എന്നാണ് മെയിൻലി അതിന് പറയാറുള്ളത്. ബട്ട് നമ്മൾ കോമൺലി കീറ്റോ ഡയറ്റ് എന്ന് പറയും. LCHF എന്ന് വെച്ചാൽ ലോ കാർബൺ ഹൈ ഫാറ്റ് എന്നാണ് അതിൻ്റെ ഒരു ഷോർട്ട് ഫോം. നോർമലായിട്ട് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ്, അന്നജം ഒഴിവാക്കിയിട്ട് നമ്മൾ ഫാറ്റ് മാത്രം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫാറ്റ് കുറയാൻ വേണ്ടിയല്ലേ ഡയറ്റിങ് ചെയ്യുന്നത്. അന്നേരം ഫാറ്റ് മാത്രം കഴിച്ചാൽ എങ്ങനെ? അതെ, കീറ്റോ ഡയറ്റിൻ്റെ പ്രത്യേകത ഏതാണ്? നമ്മൾ ഫാറ്റ് കണ്ടൻറ്റുള്ള ഫുഡ് മാത്രമേ കഴിക്കൂ. അത് കഴിച്ച് നമ്മളുടെ ഫാറ്റ് പുറന്തള്ളുന്ന ഒരു പരിപാടിയാണ്. ഈ കീറ്റോ ഡയറ്റ് ചെയ്യുന്നത് കൊണ്ട് പ്രമേഹം, പൊണ്ണത്തടി, യൂറിക് ആസിഡ്, തൈറോയിഡ് അങ്ങനത്തുള്ള ഒട്ടുമിക്ക എല്ലാ ടൈപ്പ് രോഗങ്ങളെയും നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയും. എനിക്കിത് ആദ്യമേ ചെയ്ത് തുടങ്ങുന്ന ടൈമിൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തത്. പുള്ളിക്കാരൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ നാളെ ചെയ്യാമെന്നും പറഞ്ഞിരുന്നായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും തുടങ്ങി 8 ദിവസമായപ്പം തന്നെ ഇത്രയും റിസൾട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. കീറ്റോ ഡയറ്റിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതും കഴിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഫുഡിൻ്റെ ലിസ്റ്റ് ജസ്റ്റ് ഞാനൊന്ന് പറയാം. നിങ്ങൾക്ക് മട്ടൻ കഴിക്കാം, ബീഫ് കഴിക്കാം, കാള കഴിക്കാം, എരുമ കഴിക്കാം, പോത്ത് കഴിക്കാം, ഒട്ടകം കഴിക്കാം, ഓക്കെ. ചിക്കൻ കഴിക്കാം, ബട്ട് നാടൻ ചിക്കൻ കഴിക്കണം. ബ്രോയിലർ കോഴികളോ അല്ലാതെ ഫ്രോസൺ ചിക്കനോ കഴിക്കാൻ പാടില്ല. നാടൻ ചിക്കൻ തൊലിയോട് കൂടിയത് വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. പിന്നെ താറാവ്, കാട, ടർക്കി കോഴി, ഇത്രയും കാര്യങ്ങൾ. പിന്നെ മുയലും കഴിക്കാം. ഇത്രയും മീറ്റ് ഐറ്റംസ് നിങ്ങൾക്ക് കീറ്റോ ഡയറ്റിൽ കഴിക്കാൻ പറ്റും. പക്ഷേ ഇത് ഇൻടേക്ക് ചെയ്യുന്ന ഒരു ദിവസം 150 ഗ്രാമിന് മേളിലാകാൻ പാടില്ല. അങ്ങനത്തെ ഒരു കാര്യമാണ് കീറ്റോ ഡയറ്റിനകത്ത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. കീറ്റോ ഡയറ്റിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്ന മീൻ ഉൽപ്പന്നങ്ങൾ കടലിലും കായലിലും ലഭിക്കുന്ന എല്ലാ ടൈപ്പ് മീൻ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ഇത് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ചില മീനുണ്ടല്ലോ, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് പൊരിച്ച് വേണമെങ്കിൽ കഴിക്കാം, അതേപോലെ തന്നെ ടോസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ കഴിക്കാം, ഗ്രില്ല് ചെയ്ത് വേണമെങ്കിൽ കഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുഴുങ്ങിയും വേണമെങ്കിൽ കഴിക്കാം. പക്ഷേ പൊരിക്കുന്ന ടൈമിലൊക്കെ നല്ല രീതിയിൽ കറുത്ത ക്രിസ്പി ആയിട്ടുണ്ടല്ലോ, അതേ രീതിയിലൊന്നും പൊരിക്കാൻ പാടില്ല. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഫുൾ ഡീറ്റെയിൽസ് ഞാൻ 2 വീഡിയോസിനകത്ത് ഇടുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ പാലുൽപ്പന്നങ്ങൾ നിങ്ങൾ കഴിക്കുന്നത് തൈര്, മോര്, പിന്നെ പനീറുണ്ടല്ലോ, പനീർ, ബട്ടർ, വെണ്ണ, അങ്ങനത്തുള്ള എല്ലാ ഐറ്റംസ് യൂസ് ചെയ്യാം. പാലങ്ങനെ ഒരുപാട് യൂസ് ചെയ്യാൻ കഴിയില്ല. പിന്നെ നമുക്ക് കീറ്റോ ഡയറ്റ് പ്രകാരം ഉപയോഗിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസ്: ക്യാപ്സിക്കം, പച്ചമുളക്, ബജിമുളക്, കോളിഫ്ലവർ, തക്കാളി, വെണ്ടയ്ക്ക, കത്തിരിക്ക, കുക്കുംബർ, സവാള, വെളുത്തുള്ളി, കറിവേപ്പില, തേങ്ങാപ്പാൽ, ചീര, മൈസൂർ പിണ്ടി, വാഴപ്പിണ്ടി, വാഴക്കൂമ്പ്, ഇങ്ങനത്തുള്ള ഐറ്റംസ് കുറേ കഴിക്കാൻ പറ്റാത്ത കുറേ ഐറ്റംസ് ലിസ്റ്റ് ചെയ്ത് പറയാം. ഉരുളൻകിഴങ്ങ്, ചേന, ചേമ്പ്, ബീൻസ്, പയർ, അങ്ങനത്തുള്ള ഒരു ഐറ്റംസും കഴിക്കാൻ പാടില്ല. പച്ചക്കായ, ബീട്രൂട്ട്, ക്യാരറ്റ്, അതൊന്നും കഴിക്കാൻ പാടില്ല. പിന്നെ ക്യാരറ്റിൻ്റെ ഒരു കാര്യം പറയാം. നിങ്ങൾക്കിപ്പം ക്യാരറ്റിൻ്റെ ജ്യൂസ് കുടിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 സ്പൂൺ ജ്യൂസ് മാത്രമേ കുടിക്കാൻ പാടുള്ളൂ ക്യാരറ്റിൻ്റെ. അതാണ് ഈ കീറ്റോ ഡയറ്റിനകത്ത് കുറേ ലിമിറ്റേഷൻസ് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. കീറ്റോ ഡയറ്റ് പ്രകാരം നമുക്ക് കഴിക്കാൻ പാടില്ലാത്ത ധാന്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മൈദ, റവ, ഓട്സ്, കോൺഫ്ലെക്സ്. ഇത് കൊണ്ടുണ്ടാക്കുന്ന ഒരു ടൈപ്പ് സാധനങ്ങൾ നമ്മൾ ഇൻടേക്ക് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഒരു സ്പൂണെങ്കിലും ഷുഗറോ അതേപോലെ തന്നെ ഈ മൈദ എന്തെങ്കിലും ഇൻടേക്ക് ചെയ്താൽ നിങ്ങൾ കീറ്റോസിസിൽ നിന്ന് പുറത്താവുന്നതാണ്. ഡിസ്ക്രിപ്ഷനകത്തും ടൈപ്പ് ചെയ്തിട്ടേക്കാം എന്തൊക്കെ കാര്യങ്ങൾ കഴിക്കാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ കഴിക്കാൻ പറ്റത്തില്ല എന്നുള്ള ടൈപ്പ് ചെയ്തിട്ടേക്കാം. ഇനി നമ്മൾ കീറ്റോ ഡയറ്റ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ തുടങ്ങാം. സീരിയസ് ആയിട്ട് ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ്. ആദ്യത്തെ ഒരു 3 ദിവസം നമ്മളെ കൊല്ലുന്നതിന് തുല്യമാണ്. നമുക്ക് ഭയങ്കര ടെംപ്റ്റേഷൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആൾക്കാർ ഫുഡ് കഴിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് വായിക്കൂടെ കപ്പലോടും, അത്രയ്ക്ക് പാടാണ്. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പം തല കറങ്ങും. 4th day ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാലിന് ഭയങ്കര പെയിനൊക്കെ എടുത്തു തുടങ്ങും. അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് കണ്ടിന്യൂ 1 month എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. എൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 88 kgs ആയിരുന്നു. എനിക്ക് അറ്റ്ലീസ്റ്റ് 66, എൻ്റെ ബോഡി മാസ് ഇൻഡെക്സ് അനുസരിച്ച് 66 kgs എത്തിക്കണം. ചിലപ്പോൾ ഞാൻ 70 ആകുമ്പോഴത്തേക്കും നിർത്തും. ഇപ്പം തന്നെ എനിക്ക്
എന്താ വേറെ ആൾക്കാർ വാഴയ്ക്കാപ്പം കഴിക്കുമ്പോഴും ഉള്ളിയോടെയൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് കഴിക്കാനായിട്ട് തോന്നും. തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഫുഡ് ലവർ ആണെന്നുണ്ടെങ്കിൽ കീറ്റോ ഡയറ്റ് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അത് നിങ്ങൾ ചെയ്യേണ്ടത് എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ രാവിലെ ഫോർ എക്സാമ്പിൾ 4 ദോശ കഴിക്കുന്ന ആൾ അല്ലെങ്കിൽ ഒരു 5 ദോശ കഴിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക. അതായത് ഒരു 5 ദോശയിൽ നിന്ന് ആദ്യമേ തന്നെ ഒരു 3 ദോശയിലേക്ക് മാറുക. പിന്നീട് അത് ഗ്രാജുവലായിട്ട് 1 ദോശയിലേക്ക് മാറുക. അതിനുശേഷം നിങ്ങൾ കീറ്റോ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പിന്നെ അതുകൊണ്ട് തന്നെ വേറൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കീറ്റോ ഡയറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കഴിക്കാൻ പാടില്ലാത്ത ഒറ്റ കാര്യങ്ങളും കഴിക്കല്ലോ. അതായത് കീറ്റോയിൽ ഉൾപ്പെടുത്തിക്കൂടാത്ത ഉരുളക്കിഴങ്ങോ അങ്ങനത്തെ ഒരു കാര്യവും, അറ്റ്ലീസ്റ്റ് ഒരു കേക്ക് കണ്ടു കഴിഞ്ഞാൽ ബർത്ത്ഡേ കേക്കിൻ്റെ ഒരു പീസ് കഴിച്ചാലും നിങ്ങൾ കീറ്റോസിൽ നിന്ന് പുറത്താവും. സോ ഇത് നല്ല എഫക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ, സാധാരണ ഇപ്പോൾ നമ്മൾ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എത്ര വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് വെയിറ്റ് ചിലപ്പം കുറയും. 1 മന്തിൽ മേ ബി അറൗണ്ട് ഒരു 10 kgs, ഓക്കെ 10 kgs ഒക്കെ കുറയും. പക്ഷേ കീറ്റോ ഡയറ്റിൻ്റെ അങ്ങനല്ല. നമ്മൾ ഈ ഒരു ഡയറ്റ് ഫോളോ അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എൻ്റെ അടുത്ത് നോക്കുകയാണ്, 88 kgsൽ നിന്നും എനിക്ക് വെറും 8 ദിവസം കൊണ്ട് ഒരു 10 കിലോ കുറയ്ക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ എത്രത്തോളം എഫക്റ്റാണ് ഈ കീറ്റോ ഡയറ്റ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. മെയിനായിട്ടുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കീറ്റോ ഡയറ്റിൽ നമ്മൾ എന്ത് കഴിക്കാം, എന്താണ് കഴിക്കാൻ പാടില്ലാത്ത ആ കാര്യങ്ങൾ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടാൽ പോലും, അയ്യോ ഞാൻ ഇന്ന് രാവിലെ എന്ത് കഴിക്കും, ഉച്ചയ്ക്ക് എന്ത് കഴിക്കും, രാത്രി എന്ത് കഴിക്കും, അങ്ങനത്തെ ഒരു ക്ലിയർ പിക്ചർ എല്ലാവർക്കും കിട്ടാറില്ല. സോ അങ്ങനെ വരുമ്പോഴാണ് ഈ കീറ്റോ ഡയറ്റ് ഒരുപാട് ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യാൻ മടിക്കുന്നത്. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എൻ്റെ ഒരു ഡയറ്റ് പ്ലാൻ, ചില ആൾക്കാർക്ക് ചിലപ്പോൾ ആ ഡയറ്റ് പ്ലാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെസിപ്പീസ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അത് മാറ്റാവുന്നതാണ്. സോ എൻ്റെ റെസിപ്പീസ് ഞാൻ ഈ 3 നേരം ബ്രേക്ക്ഫാസ്റ്റ്, ആഫ്റ്റർനൂൺ, അതുപോലെ തന്നെ ഡിന്നറിന് കഴിക്കുന്ന എന്തൊക്കെയാണെന്നുള്ള ജസ്റ്റ് എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഇവിടെ ഒന്ന് പറയാം. കട്ട് ചെയ്ത ദിവസം രാവിലെ കഴിച്ചതെന്ന് വെച്ചാൽ 2 മുട്ട ബുൾസൈ ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു കുക്കുംബർ മാത്രം കഴിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഉച്ചയ്ക്കും 2 മുട്ട ഞാൻ എടുത്തായിരുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ട്യൂന ഫിഷ് ഉണ്ടല്ലോ, ട്യൂന ഫിഷ് ഏത് ഫിഷ് ആയാലും, അല്ലെന്നുണ്ടെങ്കിൽ ബീഫ് എല്ലാം എടുക്കാം. പക്ഷേ മുട്ട എടുക്കുകയാണെങ്കിൽ 2. ഒരു ദിവസം കഴിക്കേണ്ട മുട്ടയുടെ അളവ് 4ആണ്, മാക്സിമം 4 എണ്ണം. ഓക്കെ, എത്രത്തോളം കുറയ്ക്കാം അത്രത്തോളം നല്ല. കുറയ്ക്കാൻ പറ്റത്തില്ല, ഇതിൽ നിന്ന് ഇനി കൂടുതൽ നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ മീറ്റും ഫിഷും ഒക്കെ ഉണ്ടല്ലോ, 150 ഗ്രാമിന് മേളിൽ ഒരിക്കലും പോകാൻ പാടില്ല. ഉച്ചയ്ക്ക് നമുക്ക് 150 ഗ്രാമിന് മേളിൽ പോകാൻ പാടില്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ട്യൂന ഫിഷ്, അതുകൊണ്ട് ഏത് ഫിഷ് ഐറ്റംസും 150 ഗ്രാമിന് മേളിൽ പോകാൻ പാടില്ല. അല്ലെന്നുണ്ടെങ്കിൽ ബീഫ്, അല്ലെന്നുണ്ടെങ്കിൽ താറാവ്, പിന്നെ നാടൻ കോഴിയാണ്, അല്ലാതെ ബ്രോയിലർ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മരുന്നൊക്കെ കുത്തിവെച്ച ചിക്കൻ, അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഇങ്ങനത്തെ ഇതും അതിൻ്റെ കൂടെ ഒരു ബൗൾ, ചെറിയ കിണ്ണത്തിൽ, വലിയ ബൗൾ എടുക്കലും ചെറിയൊരു ബൗളിനകത്ത് കുറച്ച് സലാഡ്, ഈ പറഞ്ഞേക്കുന്ന ഇതുണ്ടല്ലോ വെജിറ്റബിൾസ്, അത് എല്ലാം കൂടി ഉൾപ്പെടുത്തിയുള്ള സലാഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയും. ഈവനിങ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്നാക്സ് കഴിക്കാം. സ്നാക്സായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 8 ബദാം കഴിക്കാം, only 8 ബദാംസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നൈറ്റിൽ നിങ്ങൾക്ക് ഈ സെയിം ഉച്ചയ്ക്ക് കഴിച്ച കാര്യങ്ങൾ തന്നെ ഉണ്ടാകാം. നിങ്ങൾക്ക് കീറ്റോസിൻ്റെ ഒരുപാട് റെസിപ്പീസ് യൂട്യൂബിനകത്ത് അവൈലബിൾ ആയിരിക്കും. പക്ഷേ ഈ കീറ്റോ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത ഒരു കാര്യങ്ങൾ പോലും നിങ്ങൾ അതിനകത്ത് ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പാടില്ല. മാക്സിമം നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ, എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം, എനിക്ക് 88 kgs ആയിരുന്നു. അന്നേരം മാക്സിമം ഞാൻ ഇൻടേക്ക് ചെയ്യേണ്ട കറക്റ്റ് കലോറി എന്ന് പറയുന്നത് 2200 കലോറീസാണ്. അതിൽ കൂടാൻ പാടില്ല. മോർണിംഗിൽ പിന്നെ നമുക്ക് ഒരു കോഫി കുടിക്കാവുന്നതാണ് ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ. അത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബുള്ളറ്റ് കോഫി, അല്ലെന്നുണ്ടെങ്കിൽ ബട്ടർ കോഫി ഉണ്ടാക്കുന്ന വെറും സിമ്പിളാണ്. അതായത് നമ്മുടെ കോഫി സാധാരണ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഒരു സ്പൂൺ ബട്ടർ ഇടുക, അതിനകത്ത് വേറെ ഒരു കാര്യങ്ങളും ആഡ് ചെയ്യാൻ പാടില്ല. അത് കോഫി കുടിക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് മാത്രം കുടിക്കാം. ത്രൂ ഔട്ട് ഡേ ഒരു 1.5 ലിറ്ററെങ്കിലും നിങ്ങൾക്ക് നാരങ്ങ വെള്ളം കുടിക്കാം. നാരങ്ങ വെള്ളം ഉപ്പിലിട്ട നാരങ്ങ വെള്ളം, അതായത് ഉപ്പിട്ട നാരങ്ങ വെള്ളം കുടിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മിനിമം 3 ലിറ്ററെങ്കിലും നമ്മൾ വെള്ളം കുടിക്കണം. എപ്പോഴും നമ്മൾ ഹൈഡ്രേറ്റ് ആയിക്കൊണ്ടിരിക്കണം. കാരണം എന്ന് വെച്ചാൽ കീറ്റോസിസ് എടുക്കുന്ന സമയത്ത് ഈ ഫാറ്റ് ബേൺ ചെയ്യുമ്പോൾ ഒരുപാട് നമ്മൾ ഡീഹൈഡ്രേറ്റ് ആയി പോയിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കാം. അതുകൊണ്ട് തന്നെ മിനിമം 3 ലിറ്ററെങ്കിലും വെള്ളവും കുടിക്കണം. ഈ ഒരു വീഡിയോ കീറ്റോസിൻ്റെ ആക്ച്വലി ഒരു 70% കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻസും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ഫുൾ കണ്ടൻ്റായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. എനിവേ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക്, അതായത് ഒരുപാട് പൊണ്ണത്തടിയും എല്ലാം ഉള്ള ഫ്രണ്ട്സ്, ഒരുപാട് വെയിറ്റൊക്കെ ഉള്ള ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ
നിങ്ങൾ അവർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തൊന്ന് സജസ്റ്റ് ചെയ്യുക. കീറ്റോ ഡയറ്റ് എന്താണെന്ന് അറിയാൻ പറ്റും. സോ നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാൻ അന്നേരം ഇനിയിപ്പോൾ ഒരു 10 days കൂടെ കഴിയുമ്പോഴത്തേക്ക് കീറ്റോസിസ് നിർത്തും. എന്തായാലും ഇതിൻ്റെ അടുത്തൊരു വീഡിയോ ഞാൻ ഒരു 5 ദിവസത്തിനകം ഷുവറായിട്ട് ഇടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ബാക്കി എല്ലാ വീഡിയോസും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ആ നോട്ടിഫിക്കേഷൻ മണി ഉണ്ടല്ലോ, ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നോട്ടിഫിക്കേഷൻ ഓളൊന്നും കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. സോ ഇനി അടിപൊളി പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.